ബിജെപിയെ പിന്തുണയ്ക്കുന്ന എസ്എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെതിരെ മുൻ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നു. ആർഎസ്എസ് അജണ്ടയ്ക്ക് മുന്നിൽ ഗുരുധർമ്മം അടിയറ വയ്ക്കുന്ന എസ്എൻഡിപി നേതൃത്വത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താൻ യോഗം തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ബിജെപിയുമായി സഖ്യമുണ്ടാക്കാനുള്ള എസ്എൻഡിപിയുടെ രാഷ്ട്രീയ നിലപാടിനോട് സംഘടനയ്ക്കകത്ത് വിയോജിപ്പുള്ളവരാണ് കൊച്ചിയിൽ യോഗം ചേർന്നത്. വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള എസ്എൻഡിപിയുടെ നിലവിലെ നയപരിപാടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്തതാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. എസ്എൻ ട്രസ്റ്റിനെതിരെ അഴിമതി കേസ് നിലനിൽക്കെ ഇതിൽ സംശയദൂരീകരണം നടത്താത്ത സംഘടനയുടെ പ്രവർത്തനത്തിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. ബീഫ് കഴിച്ചതിന് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഘപരിവാർ നടപടിയിൽ എതിർപ്പ് രേഖപ്പെടുത്താത്ത എസ്എൻഡിപി നേതൃത്വത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. എസ്എൻഡിപി നേതൃത്വത്തിന്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചതായി എസ്എൻഡിപി മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപിനാഥൻ പറഞ്ഞു. ബദലുണ്ടാക്കുക എന്നുള്ളതല്ല, അതിനകത്ത് കാണുന്ന അതിൻ്റെ നേതൃത്വത്തിൽ കാണുന്ന ഈ തെറ്റായ പ്രവണതകൾ, പോക്കുകൾ, ഗുരുദേവൻ്റെ സന്ദേശങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് എസ്എൻഡിപി യോഗം പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് അതിനെതിരായിട്ടാണ്. വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത യോഗത്തിൽ എസ്എൻഡിപിയുടെ അപച്യുതിക്കെതിരെ പ്രവർത്തിക്കാൻ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും കമ്മിറ്റികൾക്ക് രൂപം നൽകി. വരും ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും കൺവെൻഷൻ വിളിച്ചു ചേർക്കുമെന്ന് സമിതി നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എസ്എൻഡിപിയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം അനിവാര്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. പാർട്ടി വേണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. സാമൂഹ്യനീതി ലക്ഷ്യമാക്കുന്ന മതേതര കൂട്ടായ്മയാണ് ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ ചേർന്ന യോഗത്തിന് ശേഷം സംസാരിച്ചു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നു. ഷാജഹാൻ, അപ്പോൾ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? മറിയ, ഏകദേശം 5 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്. എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അല്പം മുമ്പാണ് രാഷ്ട്രീയ പാർട്ടി, അതായത് ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയിൽ പൊതുവായിട്ട് ഉയർന്നു വന്നൊരു വിഷയം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതൊരു മതേതര മുന്നണി ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് കേരളത്തിലെ ഈഴവ പിന്നാക്ക സമുദായങ്ങളെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അതിന് ചില ആർഎസ്എസിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭ്യമായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുമെന്നൊക്കെയുള്ള നിലപാടുകാരായിരുന്നു നേരത്തെ എടുത്തിരുന്നെങ്കിൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു മതേതര മുന്നണി രൂപീകരിക്കും. അതും ഉടനെ ഉണ്ടാവില്ല. യൂണിയൻ ഭാരവാഹികളുമായിട്ട് ഇന്ന് യോഗത്തിൽ ഉയർന്നു വന്ന ചില തീരുമാനങ്ങളുണ്ട്. ഈ തീരുമാനങ്ങൾ എസ്എൻഡിപിയുടെ യൂണിയൻ ഭാരവാഹികളുമൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അല്പസമയം മുമ്പ് ചേർത്തലയിൽ വെച്ച് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് തങ്ങൾ യോജിച്ച് പ്രവർത്തിക്കും, അത് ഇടതുപക്ഷമായാലും അതിനുള്ള ചർച്ചയും അതിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഘടകകക്ഷിയായിട്ട് തങ്ങളെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. എന്തായാലും കഴിഞ്ഞ 5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതൊരു മതേതര മുന്നണി ആയിരിക്കുമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ വാർത്തയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. നേരത്തെ എടുത്തിരുന്ന നിലപാടിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണിത്. ഇന്ന് നടന്ന ചർച്ചയിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. എസ്എൻഡിപി പോലുള്ളൊരു പ്രസ്ഥാനം ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മുൻപോട്ട് പോകുമ്പോൾ ഒരു ബിജെപി പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടനയുടെ പിൻബലത്തിൽ പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ ചർച്ചകൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു മതേതര മുന്നണി, ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിലേക്ക് എസ്എൻഡിപി എത്തിച്ചേർന്നത്. എന്തായാലും ഡിസംബറിന് ശേഷം ഈ പാർട്ടി രൂപീകരിക്കുമെന്നാണ് വെള്ളാപ്പള്ളി അല്പം മുമ്പ് ആലപ്പുഴയിൽ പറഞ്ഞിരിക്കുന്നത്. ഷാജി, ഇപ്പോൾ ചർച്ച അവസാനിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഇനി കേരളത്തിലെ യൂണിയൻ ഭാരവാഹികളുമൊക്കെയായിട്ട് എസ്എൻഡിപി നേതൃത്വം ചർച്ച നടത്തും. ഇന്നിവിടെ ഉണ്ടായ തീരുമാനങ്ങളും അല്ലെങ്കിൽ ഇന്നിവിടെ എത്തിയ രാഷ്ട്രീയ നിരീക്ഷകരുടെ അവരുടെ വിശകലനങ്ങളും അവരുടെ ചിന്താഗതികളുമൊക്കെ വ്യക്തമാക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ ഭാരവാഹികളുമായിട്ട് അവരുടെ അഭിപ്രായങ്ങളും കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് പോകാൻ എസ്എൻഡിപിക്ക് കഴിയുകയുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ പങ്കെടുത്തത് തികച്ചും എസ്എൻഡിപിയുടെ നേതൃത്വം മാത്രമാണ്. 3-4 പേർ അടങ്ങുന്ന നേതൃത്വം മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ഇതിന് ശേഷം സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള യൂണിയൻ ഭാരവാഹികളുടെ യോഗത്തിന് ശേഷമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എസ്എൻഡിപി എത്തിച്ചേരുകയുള്ളൂ എന്നാണ് യോഗം ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ചേർത്തലയിൽ നിന്നും ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വിഎസിനെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എല്ലാ മര്യാദകളും ലംഘിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആർഎസ്എസിനെ സന്തോഷിപ്പിക്കാനാണ് വെള്ളാപ്പള്ളി വിഎസിനും പിണറായിക്കുമെതിരെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. ഇത്തരം പരാമർശങ്ങളിലൂടെ വെള്ളാപ്പള്ളി രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയുടെ ജൽപ്പനങ്ങൾ കേരളം അവജ്ഞയോടെ തള്ളുമെന്നും കോടിയേരി പ്രതികരിച്ചു.
RSSന്റെ നാവ് കടമെടുത്തുള്ള വെള്ളാപ്പള്ളിയുടെ അവഹേളനം നിർത്തണമെന്ന് പിണറായി വിജയൻ. VS അടക്കമുള്ള മുതിർന്ന നേതാക്കളെ തുടർച്ചയായി അവഹേളിക്കുന്നത് അഹംഭാവം കൊണ്ടെന്നും RSS ബന്ധമാണ് ഈ ഹീനമായ തലത്തിലേക്ക് വെള്ളാപ്പള്ളിയെ എത്തിച്ചതെന്നും പിണറായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ പോലീസ് ഹൈക്കോടതിയിൽ. സർക്കാർ ഭൂമി കയ്യേറിയതിനും വ്യാജരേഖ ചമച്ചതിനും വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്വേഷണം അനിവാര്യമാണെന്നും പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത 9 കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ദേവികുളം SI സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ശുപാർശ ചെയ്തത്. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കമ്പനി കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യാജമാണ്. വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിയെടുത്തത് രാജ്യതാൽപര്യത്തിന് വിരുദ്ധമാണ്. 96,000 ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ വ്യാജരേഖയുണ്ടാക്കി കമ്പനി കൈവശം വെച്ചിരിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഭൂമി ഇടപാട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിനൊപ്പം ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്നും സത്യവാങ്മൂലം ആവശ്യപ്പെടുന്നു. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഭൂമി സംബന്ധിച്ച് മുഴുവൻ രേഖകളും കോടതി പരിശോധിക്കണം. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട്. കണ്ണൻ ദേവൻ കമ്പനിയുടെ ഈ നടപടി രാജ്യത്തെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണെന്നും സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടുന്നു. ബുധനാഴ്ച കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ PLC യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നു. ജിതിൻ, ചർച്ചയിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകുമോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? യാതൊരു തരത്തിലുള്ള സമവായ സാധ്യതയും യോഗത്തിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല. യോഗം ഇപ്പോഴും തുടരുകയാണ്. തോട്ടമുടമ പ്രതിനിധികൾ അവരുടെ നേരത്തെയുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവരിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് 10 കിലോ തേയില അധികം നുള്ളുകയാണെങ്കിൽ 25 രൂപ മിനിമം വേതനത്തിൽ വർധനവ് വരുത്താമെന്ന നിലപാടാണ് തോട്ടമുടമകൾ PLC യോഗത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നുള്ളുന്ന 21 കിലോ തേയില നുള്ളുന്നത് 31 കിലോയായി ഉയർത്തിയാൽ 232 രൂപ എന്ന മിനിമം വേതനത്തിൽ 25 രൂപയുടെ വർധനവ് വരുത്താമെന്നാണ് തോട്ടമുടമകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തോട്ടം തൊഴിലാളി സംഘടനാ പ്രതിനിധികളും ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് PLC യോഗം അനന്തമായി നീളുന്നത്. അതേസമയം തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന മന്ത്രിമാരായ മന്ത്രി ഷിബു ബേബി ജോണും ആര്യാർ മുഹമ്മദും മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രിയും ഇപ്പോൾ PLC യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ മന്ത്രി ഷിബു ബേബി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഇന്ന് തന്നെ പ്രശ്ന പരിഹാരമാകുമെന്നും ഇന്ന് നടക്കുന്ന PLC യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കൂടി ഇപ്പോൾ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം, ഇന്ന് താൽക്കാലിക പരിഹാരമെങ്കിലും PLC യോഗത്തിൽ ഉണ്ടായേക്കും എന്ന് വേണം കരുതാൻ. അതേസമയം തന്നെ തോട്ടമുടമകളും തോട്ടം തൊഴിലാളികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും തോട്ടത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു മിനിമം വേതനം 500 എന്ന ആവശ്യം അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല. അതേസമയം തന്നെ ആനുകൂല്യങ്ങളടക്കം 500 രൂപ തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ധാരണയായിരിക്കും ഇന്ന് നടക്കുന്ന PLC യോഗത്തിൽ ഉണ്ടാവുക എന്നാണ് കരുതേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രി അടക്കം ഇപ്പോൾ PLC യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. PLC യോഗം തുടരുകയാണ്. അറിയാം. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അന്യമതസ്ഥരെ വിവാഹം ചെയ്യുന്ന ഹിന്ദു പെൺകുട്ടികളെ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ സെന്ററുകൾ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട്. RSS, BJP, VHP നിയന്ത്രണത്തിലാണ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും വഴങ്ങാത്തവരെ നിർബന്ധപൂർവ്വം അംനേഷ്യയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. രാജ്യാന്തര ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയായ കോബ്ര പോസ്റ്റാണ് തെളിവ് സഹിതം റിപ്പോർട്ട് പുറത്തുവിട്ടത്. എറണാകുളം, കാസർഗോഡ് ജില്ലകളിലടക്കം മുസ്ലിം മതസ്ഥരായ യുവാക്കളെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം ചെയ്ത പെൺകുട്ടികളെ കൗൺസിലിംഗിനും തുടർന്ന് ഭീഷണിയും ഒടുവിൽ വഴങ്ങിയില്ലെങ്കിൽ ഭാഗികമായോ പൂർണ്ണമായോ ഓർമ്മ നഷ്ടപ്പെടുത്തുന്ന അംനേഷ്യയ്ക്കും വിധേയമാക്കുന്നതിന്റെ തെളിവുകളാണ് രാജ്യാന്തര ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി പുറത്തുവിട്ടത്. ഗർഭിണിയായ പെൺകുട്ടികളെ ഗർഭഛിദ്രം നടത്താനും ഡോക്ടർമാരടക്കം സെന്ററുകളിൽ സജീവമാണ്. VHP, RSS, BJP പിന്തുണയിലാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും എറണാകുളം സെന്റർ നടത്തിപ്പുകാരനായ സിജിത്ത് എന്നയാൾ വ്യക്തമാക്കുന്നു. ഇതിനെല്ലാം ശേഷം കോടതിയിൽ മുസ്ലിം പങ്കാളിക്കെതിരെ മൊഴി നൽകാനും പ്രേരിപ്പിക്കുന്നു. തന്നെ ചതിച്ചെന്നും വീട്ടുകാർക്കൊപ്പം വിടണമെന്നും മൊഴി കോടതിയിൽ നൽകണം.
ഇല്ലെങ്കിൽ പങ്കാളിയടക്കം കൊന്നുകളയുമെന്ന ഭീഷണിയിൽ അവർ വഴങ്ങുമെന്നും കാസർഗോഡിലെ സെന്റർ നടത്തിപ്പുകാരൻ രവീഷ് തന്ത്രി പറയുന്നു. പോലീസ് ഇതിനെല്ലാം കൂട്ടാണെന്നും ജാതിമത സംഘടനകൾ പിന്തുണയ്ക്കുന്നതാണ് തങ്ങളുടെ ശക്തിയെന്നും ആന്റി ലവ് ജിഹാദ് സെന്റർ നടത്തിപ്പുകാർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ ഒളിക്യാമറയിൽ മൊഴി നൽകി. യുപിയിലെ മുസാഫർ നഗർ കലാപത്തിലടക്കം ലവ് ജിഹാദ് വിഷയം പ്രധാന കാരണമായി ഉയർത്തിക്കാട്ടിയിരുന്നുവെന്നും ബിജെപി കേന്ദ്രമന്ത്രി കൂടിയായ സഞ്ജീവ് ബലിയാൻ തന്നെ വ്യക്തമാക്കി. പെൺകുട്ടികളുടെ സർട്ടിഫിക്കറ്റിലടക്കം തിരുത്തൽ വരുത്തി മൈനർ എന്ന് കാണിച്ച് മുസ്ലിം യുവാക്കളെ കേസിൽ കുടുക്കുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് തുറന്നുകാട്ടുന്നു. മനുഷ് ശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂർ കേരളവർമ്മ കോളേജിൽ ബി ഫെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 6 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒക്ടോബർ 1 കോളേജിൽ ബി ഫെസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെയാണ് കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തത്. SFI യൂണിറ്റ് സെക്രട്ടറി അനൂപ് മോഹൻ, യൂണിറ്റ് അംഗങ്ങളായ അനൂപ് NS, അനൂപ് K, അരവിന്ദ, ഗോകുൽ, വിഷ്ണു KV എന്നിവർക്കെതിരെയാണ് നടപടി. ബി ഫെസ്റ്റ് തടയാൻ ABP പ്രവർത്തകർ എത്തിയതോടെ ക്യാമ്പസിൽ സംഘർഷമുണ്ടായിരുന്നു. സംഘർഷത്തിന് കാരണക്കാരായവരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ ബി ഫെസ്റ്റ് നടത്തിയതിന്റെ പേരിലാണ് സസ്പെൻഷൻ എന്ന് SFI പ്രവർത്തകർ ആരോപിച്ചു. നമ്മുടെ അടുത്തേക്ക് വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത്. പക്ഷേ ഇതിൽ SFIയുടെ പ്രവർത്തകർക്ക് മാത്രമേ സസ്പെൻഷൻ കിട്ടിയുള്ളൂ. അത് വ്യക്തമായിട്ടും ആ ബി ഫെസ്റ്റിവൽ, കേരള കോളേജിനകത്ത് ബി ഫെസ്റ്റിവൽ നടത്തിയതിന്റെ പേരിൽ അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും കൂടി ഞങ്ങളെ സസ്പെൻഡ് ചെയ്തേക്കുന്നതാണ്. സംഘർഷത്തിൽ ഇരുവിഭാഗം വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നെങ്കിലും സംഘാടകരെ മർദ്ദിച്ച ABP പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. കോളേജ് അധികൃതരുടെ ഏകപക്ഷീയമായ നടപടിയിൽ SFI പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചു. കോളേജ് യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബാർ കേസുകളിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ വാദം പൂർത്തിയായി. കേസിൽ ഈ മാസം 29-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയും. വിജിലൻസ് ഡയറക്ടർ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് 10 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. ബാർ കോഴ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട 10 ഹർജികളാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വന്നത്. ഇതിൽ VS സുനിൽകുമാർ MLAയും ഡോക്ടർ ബിജു രമേശും സമർപ്പിച്ച ഹർജികളും ഉൾപ്പെടുന്നു. ഹർജിയിന്മേലുള്ള വാദത്തിലാണ് കഴിഞ്ഞയാഴ്ച വിജിലൻസ് ഡയറക്ടറെയും വിജിലൻസിന്റെ നടപടികളെയും ജഡ്ജി രൂക്ഷമായി വിമർശിച്ചത്. കേസന്വേഷിച്ച ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഫാക്ച്വൽ റിപ്പോർട്ടാണ് കോടതി മുഖവിലേക്കെടുക്കേണ്ടത്. അല്ലാതെ അന്വേഷണ ചുമതലയില്ലായിരുന്ന വിജിലൻസ് ഡയറക്ടർ നൽകിയ അന്തിമ റിപ്പോർട്ട് പരിഗണിക്കരുതെന്നും ബിജു രമേശിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് KP ഉദയഭാനു ആവശ്യപ്പെട്ടു. കൂടാതെ ചില വസ്തുതകളും തെളിവുകളും മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂവെന്നും കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ടെന്നും ഉദയഭാനു പറഞ്ഞു. അതിനാൽ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടണമെന്നും അദ്ദേഹം വാദിച്ചു. ഇതിനിടെ കേസ് അവസാനിപ്പിക്കണമെന്നും അന്തിമ റിപ്പോർട്ട് മുഖവിലേക്കെടുക്കണമെന്നും ആവശ്യപ്പെട്ട ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ S ശ്രീകുമാർ വിജിലൻസ് കോടതിയിലെത്തിയിരുന്നു. കേസിൽ വാദിയോ പ്രതിയോ അല്ലാത്തവരുടെ ഹർജിയുമായി ശ്രീകുമാർ എത്തിയതിനെ ചൊല്ലി കോടതിയിൽ ചില വാദപ്രതിവാദങ്ങളും നടന്നു. അതേസമയം ഫാക്ച്വൽ റിപ്പോർട്ടല്ല അന്തിമ റിപ്പോർട്ടാണ് കോടതി മുഖവിലേക്ക് എടുക്കേണ്ടതെന്നും കേസിൽ തുടരന്വേഷണം നടത്തേണ്ടതില്ലെന്നും പുതുതായി സമർപ്പിച്ച ഹർജികളിൽ പുതിയ മെറ്റീരിയൽസ് ഒന്നുമില്ലെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. വാദങ്ങളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ മാസം 29-ന് കേസിൽ വിധി പറയുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശ സമയത്ത് വരുന്ന വിജിലൻസ് കോടതിയുടെ വിധി പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കായിരിക്കും വഴിയൊരുക്കുക. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.